ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ 7 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. അവസാനമായിട്ട് ഇനിയിപ്പോൾ HR എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന നിദാ ഖാനെയാണ് ഇനി അറസ്റ്റ് ചെയ്യാനുള്ളത്. നിദാ ഖാൻ ഇപ്പോഴും ഒളിവിലാണ് എന്നുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം ഈ നിദാ ഖാനുമായി ബന്ധപ്പെട്ട് ഭർത്താവ് ചില വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയിരുന്നു. ആ വെളിപ്പെടുത്തലുകളിൽ എന്നാൽ കഴമ്പില്ല എന്നുള്ളതാണ് പോലീസ് പിന്നീട് വ്യക്തമാക്കിയത്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിദാ ഖാൻ ഏപ്രിൽ 14-ാം തീയതി വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോയി, ഒരു ബന്ധു വീട്ടിലേക്ക് പോയി എന്നുള്ളതായിരുന്നു. എന്നാൽ പോലീസ് അന്വേഷിച്ച ആ ബന്ധു വീട്ടിലേക്ക് എത്തിയതിനു ശേഷം അവിടെ ആ ബന്ധുവിനെയോ നിദാ ഖാനെയോ കണ്ടെത്താൻ സാധിച്ചില്ല. വീട് പൂട്ടിയിട്ട നിലയിലായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് പോലീസ് പിന്നീട് വ്യക്തമാക്കിയത്. കൂടാതെ ഈ ബന്ധുവിൻ്റെയും നിദാ ഖാന്റെയും മൊബൈൽ ഫോണുകൾ സ്വിച്ച്ഡ് ഓഫ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഫോണുമായി ബന്ധപ്പെട്ട് അവരെ ട്രാക്ക് ചെയ്ത് കണ്ടെത്താനുള്ള ഒരു വഴി കൂടി അവിടെ അടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിദാ ഖാൻ എവിടെയെന്നുള്ള ഒരു വലിയ ചോദ്യം ഇപ്പോൾ അവശേഷിക്കുകയാണ്. അതിനിടെ തന്നെ നിദാ ഖാൻ ഗർഭിണിയാണെന്ന് ചൂണ്ടിക്കാട്ടി മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. കൂടാതെ നിദാ ഖാൻ ഈ TCSന്റെ HR മാനേജറായിരുന്നു എന്നുള്ള തരത്തിലുള്ള ചില വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. എന്നാൽ ഈ TCS CEO തന്നെ ഇതിനെ എതിർത്ത് മുന്നോട്ട് വന്നിരുന്നു. നിദാ ഖാൻ TCS HR ആയിരുന്നില്ല നിദാ ഖാൻ. അതോടൊപ്പം തന്നെ അവിടെയുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിനൊന്നും നിദാ ഖാന് യാതൊരു തരത്തിലുള്ള റോളും ഇല്ലായിരുന്നു എന്നൊക്കെ CEO പിന്നീട് വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നിദാ ഖാൻ എവിടെയാണ് ഉള്ളത് എന്നുള്ളതിനാണ് പ്രധാനമായിട്ടും പോലീസ് അന്വേഷിക്കുന്നത്. ഈ അന്വേഷണമാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ മാത്രമേ ഇത് ഏത് രീതിയിലാണ് ഈ പദ്ധതി, മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള ഈ പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നത്, ഇതിന് പിന്നിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, ഇനിയും കൂടുതൽ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നുള്ളതൊക്കെ, ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ ഇനി നിദാ ഖാന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഒരു പ്രധാനപ്പെട്ട പ്രതിയാണ് നിദാ ഖാൻ എന്ന് തന്നെയാണ് പോലീസ് പുറത്തുവിടുന്ന വിവരം. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് 9 FIRകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ 7 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. അത് ഡാനിഷ് ഷെയ്ഖ്, ഷാഫി ഷെയ്ഖ്, തൗസീഫ് ഹട്ടർ, റാസ മേമൻ, ഷാറൂഖ് ഖുറേഷി, ആസിഫ്, അഫ്താബ് അൻസാരി എന്നിവരാണ് ഈ 7 പേർ. ഇനി അറസ്റ്റിനാവാനുള്ള ഒരേ ഒരാളാണ് ഈ നിദാ ഖാൻ എന്ന് പറയുന്നത്. ഈ നിദാ ഖാനായുള്ള പ്രധാനമായുള്ള തെരച്ചിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്.